ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി പൊഴിച്ചിലിനും മുടി വളരെ വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ളൊരു എണ്ണയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തിൽ കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ എണ്ണ കാച്ചാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു വലിയ 4 അല്ലി ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മളൊരു 5-6 ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരുന്ന തണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ തുളസി എടുത്തിട്ടുണ്ട്. തുളസി ഇതുപോലെ കുറച്ചൊരു നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും തുളസിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഇലയും പിന്നെ ഒരു 3-4 ചെമ്പരത്തി പൂവും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്പരത്തി പൂ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ചെമ്പരത്തി പൂ എടുത്തിട്ട് ചെമ്പരത്തിയുടെ ഇല എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെറുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിയുന്നുണ്ട്. അരിഞ്ഞതിന് ശേഷം നമ്മൾ ജാറിലേക്ക് ഇടുന്നു. അതിന് ശേഷം നമ്മൾ ഇടുന്നത് തുളസിയാണ്. പിന്നെ കറിവേപ്പിലയുടെ തണ്ട് മാറ്റിയിട്ട് ലീഫ് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നീലയമരി ബ്രഹ്മിയൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് എണ്ണ കാച്ചുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു കാച്ചിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രഹ്മിയും നീലയമരിയും ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ എണ്ണ കാച്ചുന്നത്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെമ്പരത്തി ഇല നമുക്ക് കുറച്ച് മാത്രം മതിയായിരിക്കും, ഒരുപാട് ഇല ഇടേണ്ട ആവശ്യമില്ല. അപ്പം ആവശ്യത്തിന് മാത്രമായിട്ട് നമ്മൾ ഇല എടുക്കുന്നു. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് ഇതുപോലെ നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കിയത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ കാച്ചാൻ പോകുന്നത് ഇതുപോലൊരു ചീനച്ചട്ടിയിലാണ്, അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടി. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ എണ്ണയാണ്. ഞാനതിൻ്റെ 1/2 ലിറ്റർ എണ്ണയാണ് എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓണാക്കി ഇപ്പോൾ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1/2 ലിറ്റർ എണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ എണ്ണ ഏകദേശം തിളച്ച് വരാറാകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്താണെങ്കിലും ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. വെള്ളം നമുക്കറിയാമല്ലോ, എണ്ണയിലെ വെള്ളം വീഴുമ്പോഴത്തേനും തെറിച്ച് വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി നിൽക്കുക. അപ്പോൾ നമ്മൾ മുഴുവൻ പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു തവി ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് നന്നായിട്ട് മൂത്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതൊരു നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഉപയോഗിക്കുന്ന കുപ്പിയിൽ വെള്ളം പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഈ കാച്ചിയ എണ്ണ നമുക്കതിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കാച്ചിയ എണ്ണ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു കുപ്പി എടുക്കുമ്പോൾ അതിൽ വെള്ളം പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ എണ്ണ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ, ബൈ.